വിമർശനം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനാണ്. ബോബി ചെമ്മണ്ണൂർ പരമനാറി എന്നാണ് മന്ത്രി ജി സുധാകരന്റെ പ്രതികരണം. പണത്തിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്ന ബോബി പ്രാകൃതനും കാടനുമാണ്. ബോബിക്ക് ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണ്. ആലപ്പുഴയാണെങ്കിൽ ബോബിയെ തല്ലിയേനെയെന്നും ജി സുധാകരൻ പറഞ്ഞു. അശ്ലീല പരാമർശം നടത്തിയപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നുവെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. എന്നിട്ട് ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ. അവൻ്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ. പരമനാറിയല്ലേ അവൻ. ഞാൻ 15 വർഷമാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞ് അവൻ പരമനാറിയാണ്. ഇവൻ്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിൻ്റെ അഹങ്കാരമല്ലാതെ എന്താ, എന്തും ചെയ്യാമെന്നാണ്. പക്ഷേ അവൻ വരും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറേ കാലമായി പ്രയോഗിച്ച് നമ്മുടെ കരണക്കുട്ടികളുണ്ട് കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് ഈ കേരളത്തിൽ. ഞങ്ങളാരും അറിഞ്ഞല്ലോ, കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തല്ലിയത്, ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ മംഗളാ സംഘടനകളൊക്കെ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ജി സുധാകരൻ മുൻ മന്ത്രിയാണ് ഇപ്പോൾ അതിനിശ്ചിതമായ വിമർശനം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉന്നയിക്കുന്നത്. പരമനാറിയാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ്. ബോബിക്ക് പണത്തിന്റെ അഹങ്കാരമാണെന്നും ജി സുധാകരൻ പറയുന്നു. സുധാകരന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. എന്നിട്ട് ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ. അവൻ്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ. പരമനാറിയല്ലേ അവൻ. ഞാൻ 15 വർഷമാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞ് അവൻ പരമനാറിയാണ്. ഇവൻ്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിൻ്റെ അഹങ്കാരമല്ലാതെ എന്താ, എന്തും ചെയ്യാമെന്നാണ്. പക്ഷേ അവൻ വരും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറേ കാലമായി പ്രയോഗിച്ച് നമ്മുടെ കരണക്കുട്ടികളുണ്ട് കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് ഈ കേരളത്തിൽ. ഞങ്ങളാരും അറിഞ്ഞല്ലോ, കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തല്ലിയത്, ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ മംഗളാ സംഘടനകളൊക്കെ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ജി സുധാകരനാണ് വലിയ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ പരമനാറിയാണ്, ഒരു സംസ്കാരം മാത്രമേ ഉള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ പണത്തിന്റെ അഹങ്കാരമാണെന്നും ജി സുധാകരൻ പറഞ്ഞു വെക്കുകയാണ്. ആലപ്പുഴയിലാണ് ഈ പരാമർശം നടത്തിയത്. ആലപ്പുഴയിലെങ്ങാനും വന്നിരുന്നെങ്കിൽ തല്ലിയേനേം എന്നും ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നു.